രാവിലെ അടുക്കളയിൽ ഇടിയപ്പവുമായിട്ട് മൽപ്പിടുത്തം നടത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് ചേട്ടൻ വന്ന് ചോദിച്ചു നമുക്കൊന്ന് പുറത്തു പോയാലോ എന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, ഇടിയപ്പത്തിന്റെ മാവിനെ എല്ലാം ഉരുട്ടി കൊഴുക്കട്ടാക്കി സെറ്റാക്കി വെച്ചു. എല്ലാരും ഇതിനെ കൊഴുക്കട്ട എന്നാണോ പറയണേ? വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ പറയണേ. പിന്നെ ഒന്നും നോക്കിയില്ല, പെട്ടെന്ന് റെഡിയായി. ഞാൻ റെഡിയായി എത്തിയപ്പോൾ ചേട്ടൻ റെഡിയായി എത്തി. പിന്നെ നമ്മൾ രണ്ടുപേരും കൂടെ ജംഗ്ഷനിൽ എത്തിയപ്പോൾ നമ്മുടെ കസിൻസ് നമ്മളെ കാത്ത് നിൽപ്പുണ്ടായിരുന്നു. നമുക്ക് മുന്നേ അവർ എത്തിയായിരുന്നു. 2 കാറിൽ പോകാന്നായിരുന്നു പ്ലാൻ ചെയ്തത്. അപ്പൊ ചേച്ചിയും ചേട്ടനും കൂടെ വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് എന്തോ തിരക്കായതുകൊണ്ട് വരാൻ പറ്റിയില്ല. പിന്നെ ഒന്നും നോക്കിയില്ല, എല്ലാരും കൂടെ ഒരു കാറിൽ തന്നെ കുത്തി നിരങ്ങി കയറി. പിന്നെ കസിൻസ് എല്ലാരും ഒത്തുചേരുമ്പോ ഒരു പ്രത്യേക വൈബാണല്ലോ. ഇതില് കാറിലുള്ള മിക്കവർക്കും ഡ്രൈവിംഗ് അറിയായിരുന്നു. അപ്പൊ പോകുന്ന വഴിയിലായിരുന്നു ഈ ഭയങ്കര വളവും തിരിവുമായിരുന്നു. അപ്പൊ ഈ ഡ്രൈവിങ്ങിനെ കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞും കുറെ ചളി പറഞ്ഞും ഒക്കെയാണ് പോയത്. അപ്പൊ നമ്മൾ ഇതുവരെ പോയ സ്ഥലത്തിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ. നെട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് പോയത്. തമിഴ്നാടിനും കേരളത്തിനും ഇടയ്ക്കുള്ള ഒരു സ്ഥലമാണ്, ബോർഡറാണ്. ഡാമിന്റെ സൈഡാണത്. ഒന്നും പറയല്ല, നല്ല സ്ഥലമാണ് കാണാനും ഫോട്ടോസ് എടുക്കാനും വീഡിയോ എടുക്കാനും. നല്ല അടിപൊളി സ്ഥലമായിരുന്നു. നമ്മൾ ഇതിനു മുന്നേ ഇതുവഴി പോയിട്ടുണ്ടെങ്കിൽ ഇത്ര ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണെന്ന് അറിഞ്ഞുകൂടായിരുന്നു. ചേട്ടൻ ഇടയ്ക്ക് പോയിട്ട് വന്നായിരുന്നു അവിടെ. അപ്പൊ അവിടുത്തെ ഫുഡിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് പോവാന്ന് വിചാരിച്ചത് എല്ലാരുമായിട്ട്. നമ്മളിപ്പോ എത്തിയിരിക്കുന്ന നെട്ടയിലാണ്. പ്രകൃതിദത്തമായ ബോർഡറിലുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലാണ്. നീ ഒന്ന് മാറി വണ്ടി നിന്നെ പുറത്തു കുറച്ച് നമ്മളിപ്പോൾ അടുത്ത സായി ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഞാനും വൈഫും മാത്രം. ഞാനാണ് കൃഷ്ണനാണ്. അജ്ഞോക്കിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടുത്തെ ഫുഡിനെ കുറിച്ച് പറഞ്ഞപ്പോ പുഴമീനായിരുന്നു അവിടുത്തെ സ്പെഷ്യല്. അവിടെ ഇഷ്ടംപോലെ ഹോട്ടലുകൾ ഉണ്ടായിരുന്നു. നമ്മൾ പോയത് സായി ഹോട്ടലിലായിരുന്നു. ചേട്ടൻ പോയപ്പോ കഴിച്ചതും അവിടെ നിന്നായിരുന്നു. അപ്പൊ അടിപൊളി ഫുഡാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എന്റെ ചേട്ടനെ ഇതുവരെ വീഡിയോയിൽ കണ്ടില്ലല്ലോ. അപ്പൊ ചേട്ടനെ കാണിക്കാന്ന് പറഞ്ഞ് ഞാൻ ചേട്ടനേന്ന് ഫോൺ വാങ്ങി. നമ്മൾ ഇറങ്ങി വരുന്ന വഴി തന്നെ നമുക്ക് കാണാൻ പറ്റും ഫ്രൈ ചെയ്തതെല്ലാം. നാട്ടിൽ നിന്ന് പോകുന്നു. കൊച്ചു കുട്ടിയെ പോലെ എങ്ങനെ കൊടുക്കും. എന്നിട്ട് നമ്മൾ തിന്നു. നമ്മൾ നോക്കി എടുത്തോണ്ടുന്ന മീനാണ് ഇപ്പൊ മാമ വെട്ടി നോക്കി പീസ് പീസാക്കി എന്നിട്ട് നമ്മൾ അകത്താം. വിശക്കുന്നു ഗ്യാസ്. അടി വേറെ ഒരു ആന്തലാണ് ആന്തൽ. നമ്മൾ അവിടെ പോകുമ്പോ തന്നെ ഫിഷ് എല്ലാം നല്ല നീറ്റായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കും. നമ്മള് പോയി ഏത് മീൻ വേണോ സെലക്ട് ചെയ്തിട്ട് കേശെല്ലാം അടച്ച് കൊണ്ടു കൊടുക്കുമ്പോൾ മസാല എല്ലാം പുരട്ടി നമ്മൾ മുന്നേ വെച്ച് തന്നെയാണ് മസാല എല്ലാം പുരട്ടുന്നതും ഫ്രൈ ചെയ്യുന്നതും എല്ലാം. സത്യം പറഞ്ഞ എനിക്ക് ഈ പുഴമീൻ കഴിക്കുന്നതെന്ന് വലിയ ഇഷ്ടമില്ലാത്ത കാര്യമായിരുന്നു. പിന്നെ ചേട്ടന്റെ നിർബന്ധത്തിലാണ് പോയത്. കഴിച്ചിട്ടില്ലല്ലോ, കഴിച്ചു നോക്കിയാലേ അറിയാവൂ എന്നൊക്കെ പറഞ്ഞ് അത് കേട്ടിട്ടാണ് പോയത്. വരാലും തിലോപ്പിയ എന്ന് പറയുന്ന മീനുമാണ് നമ്മൾ വാങ്ങിയത്. അങ്ങനെ നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യാൻ കൊടുത്തിട്ട് കുറച്ച് താഴെ ഇറങ്ങുമ്പോൾ ഡാമിന്റെ സൈഡിൽ നമുക്ക് നിൽക്കാൻ പറ്റും. കുറച്ചു നേരം എടുക്കുമല്ലോ ഫ്രൈ ചെയ്യാൻ. അപ്പൊ ആ സമയത്തിന് കുറച്ചു നേരം അവിടെ നിൽക്കാന്ന് കരുതി. അപ്പൊ താഴെ ഇറങ്ങി വന്നപ്പോഴാണ് കണ്ടത് അവിടെ ഒരു ചെറിയ ഊഞ്ഞാലുണ്ടായിരുന്നു. പിന്നെ കുറെ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഊഞ്ഞാലാട്ടവും പിന്നെ ഊഞ്ഞാലിന്റെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തും അങ്ങനെ കുറച്ചു നേരം സമയം കളഞ്ഞു. എന്തായാലും മാമൻ ഫ്രൈ ചെയ്തെടുക്കുക എന്തായാലും കുറച്ച് താമസിക്കുമെന്ന് നമുക്കറിയായിരുന്നു. സോറി ഫ്രൈ ചെയ്തെടുക്കാൻ ലേറ്റ് ആവുമെന്ന് എനിക്ക് മാത്രമല്ല, നമുക്ക് മാത്രമല്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവിടെ പോയി നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേ എനിക്ക് മനസ്സിലായി എന്തായാലും ഫുഡ് ടേസ്റ്റ് ഇല്ലാതെ ഇത്രയും ആൾക്കാർ അവിടെ കഴിക്കാൻ വരില്ലല്ലോ.
ഈ ഊഞ്ഞാലാടിക്കൊണ്ടിരുന്ന സമയത്തിന് ആണ് നമ്മളെ കുട്ടിക്കാലത്തിൽ നമ്മൾ ഓണത്തിന് സമയമൊക്കെ ആവാറാകുമ്പോൾ നമ്മൾ വീട്ടിൽ പറയുമായിരുന്നല്ല, ഇതുപോലെ ഊഞ്ഞാൽ കെട്ടി തന്നില്ലെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കൂല, ട്യൂഷന് പോകൂല, പഠിക്കൂല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അമ്മയും അച്ഛനെയൊക്കെ ബ്ലാക്ക് മെയിലല്ല, അത് എന്താണെന്ന് അറിഞ്ഞൂട. അപ്പോഴുള്ള ഒരു ഫീലായിരുന്നു. ആ ഒരു ഫീൽ ആ സമയത്തിന് മാത്രമേ കിട്ടുള്ളൂ. പിന്നീട് നമുക്ക് അത് ആലോചിക്കുമ്പോൾ സങ്കടമാണോ അത് ചിരിയാണോ എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഊഞ്ഞാൽ കെട്ടിത്തന്നാലാ സഹോദരങ്ങളുണ്ടെങ്കിൽ അവരുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കും. ഞാൻ ഇത്ര വട്ടം ആടിയതിന് ശേഷം നിനക്ക് ആടാവൂ, അല്ലെങ്കിൽ നീ ആട്ടിത്താ ഞാൻ ഇത്ര പ്രാവശ്യം ആടിയിട്ടേ നിന്നെ ആട്ടുള്ളൂ, അങ്ങനെ പറഞ്ഞുള്ള പിണക്കവും എല്ലാം അതൊക്കെ ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു ഫീലാണ് മനസ്സിൽ. ഞാനിപ്പോൾ പറഞ്ഞതുപോലത്തെ ഒരു കാര്യമാണ് ഇപ്പോൾ അവിടുന്ന് സുബിയും പറഞ്ഞത്. പണ്ട് ചേട്ടന്മാരൊക്കെ ഉള്ളവരാണെങ്കിൽ ചേട്ടന്മാർ ആട്ടിക്കൊടുക്കാൻ പറയുമ്പോൾ വലിയ സ്പീഡിലാട്ടുമല്ല, ആ സ്പീഡിലാട്ടുന്ന കാര്യത്തിനെ കുറിച്ചാണ് ഇപ്പോൾ അവളും പറഞ്ഞത്. മീനും കപ്പയും പഴങ്കഞ്ഞിയും ചോറും എല്ലാം കിട്ടി. നമ്മളിതെല്ലാം എടുക്കട്ടെ. ഈ കപ്പയും എടുത്ത് ചമ്മന്തിയിൽ മുക്കി ഇങ്ങനെ വെള്ളം കൂടെ ഗുളി കഴിക്കാൻ അങ്ങനെ വരും. എന്തൊക്കെ നമുക്ക് കഴിക്കാം. അവരൊന്നും വന്നിരുന്നെങ്കിൽ അല്ലായിരുന്നു. ഓ സാരിക്ക് മാത്രം തല കൊടുക്കുള്ളൂ. കലയാവൂല. ഓ അതുകൊണ്ട് തലയൊക്കെ ബുക്ക് ചെയ്തോ. കുടുംബത്തിലുണ്ട്. അപ്പൊ നമ്മൾ ഡാമിന്റെ സൈഡിലെത്തി. ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. അത് അടുത്തോട്ട് വെച്ചപ്പോഴേ മനസ്സിലായി നല്ല മുരുമുരാന്നുണ്ടായിരുന്നു, ക്രിപ്സി ആയിട്ട്. കഴിക്കൂല എന്ന് പറഞ്ഞ് പോയി ഞാൻ. ഏറ്റവും കൂടുതൽ കഴിച്ചത് ഞാനാണെന്ന് തോന്നുന്നു. ഞാൻ മാത്രമല്ല, എല്ലാവരും കഴിച്ചായിരുന്നു. നമ്മൾ കപ്പ, പഴങ്കഞ്ഞി, പിന്നെ ചോറും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് അതിൻ്റെ അടുത്ത് തന്നെയല്ലേ ഡാമിൻ്റെ സൈഡ്. അങ്ങനെ കുറച്ച് നേരം അവിടെ ചെന്ന് നിന്നു. പിന്നെ ഒരു ചെറിയ റീൽസ് എല്ലാം ചെയ്തു. പിന്നെ കുറച്ച് നേരം ഇരുന്നിട്ട് അവിടെ നമ്മൾ തിരിച്ചിറങ്ങി. ഫുഡ് കഴിഞ്ഞ് എല്ലാവരും തിരിക്കാൻ പോകാൻ. ബൈ. നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയെങ്കിലും നമ്മളിപ്പോഴും പറഞ്ഞുകൊണ്ട് പോകുന്നത് അവിടുത്തെ ഫുഡിനെ കുറിച്ചായിരുന്നു. അടിപൊളി ഫുഡായിരുന്നെന്നും ഇത്രയും സമയം അവിടെ സ്പെൻഡ് ചെയ്തത് നമ്മൾ അറിഞ്ഞു പോലുമില്ല. പോയത് നമ്മളൊരു 11 മണിക്കാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിയത് കുറേ വൈകിയാണ്. ഇനി ഫുഡൊന്നും നമുക്ക് കഴിക്കാൻ പറ്റില്ലെന്നും പറഞ്ഞാണ് നമ്മൾ ഇറങ്ങിയത്. അപ്പോഴാണ് നമ്മൾ കണ്ടത് പോകുന്ന വഴിയിൽ റോഡ് സൈഡിൽ കുറേ ഉപ്പിലിട്ട സാധനങ്ങളുണ്ടായിരുന്നു. മാങ്ങ നമുക്ക് എപ്പോഴും ഒരു ഹരമാണല്ലോ, അത് കഴിക്കാതെ എങ്ങനെയാണ് പോണത്. അങ്ങനെ പിന്നെ ഒരു മാങ്ങ വാങ്ങി, പിന്നെ നാരങ്ങ വെള്ളം കുടിച്ചു. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ കുറച്ചുകൂടെ സ്ഥലം ഉണ്ടായിരുന്നു തോന്നുന്നു. നമ്മൾ ഫുഡെല്ലാം കഴിച്ച് അങ്ങോട്ട് തിരിച്ചപ്പോൾ കുറച്ചുകൂടെ തടി വെച്ചെന്ന് തോന്നുന്നു എല്ലാവരും. തടിയല്ല, അത് ക്ഷീണമാണ്. ക്ഷീണം കൊണ്ട് ആർക്കും ഇരിക്കാൻ വയ്യ. അങ്ങനെ പിന്നെ തള്ളിക്കയറി നമ്മൾ അവിടുന്ന് പുറപ്പെട്ടു. ഇനി നമുക്ക് പോകുന്ന വഴിയിൽ കുറച്ച് കാഴ്ചകൾ കൊടുക്കണം. ദൈവങ്ങളെ നമ്മളെ കാത്തോളണേ. ഇതെല്ലാം എവിടെ പോകണമെന്നായിരിക്കും ഈ കാണുന്നത് നിങ്ങൾ വിചാരിക്കുന്നത്. അങ്ങനെ നമ്മളെ സ്ഥലത്തെത്തി. ഇനി ഒരു ഷാർജയിൽ ഒതുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്.